നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഓരില എന്ന ചെടിയാണ്. പൊതുവെ അങ്ങനെ കണ്ടുവരാത്ത ഒരു ചെടിയാണ് ഓരില. ആയുർവേദത്തിൽ ഓരില ദശമൂല ഗണത്തിൽ പെടുന്നതാണ്. ഹ്രസ്വ പഞ്ചമൂലയിലാണ് ഓരില ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംസ്കൃതത്തിൽ ഇതിനെ പ്രശ്നിപർണി, കുശലി, ഗുഹ, സ്ഥിര എന്നീ നാമങ്ങളിൽ അറിയപ്പെടുന്നു. ലെഗുമിനേസിയ കുടുംബത്തിൽപ്പെടുന്ന ഓരിലയുടെ ശാസ്ത്രീയ നാമം ഡെസ്മോഡിയം ജയജാൻറ്റിക്കം എന്നതാണ്. വളരെ നേർത്ത തണ്ടോടുകൂടിയുള്ള പടർന്നു കിടക്കുന്ന ചെടികളെ പോലെ തോന്നിക്കുന്ന ഒരു ചെടിയാണെങ്കിലും ഇത് പടർന്നു നടക്കുന്ന ഒരു ചെടിയല്ല. ഇതിൻ്റെ ഇലകൾ എന്ന് പറയുന്നത് അണ്ഡാകൃതിയിലാണ് കാണപ്പെടുന്നത്. പുതിയ ഇലകളെല്ലാം അഗ്രത്തോട് ചേർന്ന് ചെറുതായിട്ടും പഴയ ഇലകളൊക്കെ വലുതായിട്ടുമാണ് കാണപ്പെടുന്നത്. ഇത് പൊതുവെ ആസാം, ബംഗാൾ, കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ് കണ്ടുവരുന്നത്. ഇതിൻ്റെ വേരുകളിൽ റെസിൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട്. ഹൃദയപേശികളെ ബലപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഓരില. ഇതിൻ്റെ കിഴങ്ങാണ് പൊതുവെ ഉപയോഗിച്ചു വരുന്നത്. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെപ്പറ്റി നമ്മുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും. ഓരില പേരുകൊണ്ട് സൂചിപ്പിക്കുന്ന പോലെ അതിൻ്റെ തണ്ടിൽ ഒരില വലിയതായിട്ടുള്ള ഒരു ഇലയെ കാണാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഈ ഹൃദ്രോഗത്തിനാണ്. ആയുർവേദത്തിൽ ഇതിന് ഈ വ്യാനവായുവിൻ്റെ വൈഗുണ്യത്തെ ഇല്ലാതെയാക്കുന്നതെന്നാണ് പറയാം. ഈ ഹാർട്ടിൻ്റെ മസിലിന് ബലം കിട്ടാനും അതുപോലെ ഈ വാൽവിൻ്റെ അസുഖങ്ങൾ, ഹാർട്ടിലേക്ക് രക്തം പോവാതിരിക്കുക, അങ്ങനെയുള്ള അസുഖത്തിൽ ഈ ഓരിലയുടെ വേരെടുത്തിട്ട് പാൽ കഷായാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫലമുണ്ട്. അതുപോലെ തന്നെ ഈ ചില ആൾക്കാർക്ക് കിതപ്പുണ്ടാവും, ഈ കയറ്റം കയറുമ്പോൾ കിതപ്പ്, അതിനെ ഈ ഓരില ഇടിച്ച് പിഴിഞ്ഞിട്ട് നീരെടുത്ത് തേൻ ചേർത്ത് കൊടുത്തു കഴിയുക വെച്ചാൽ നല്ല ഫലമാണ്. അതുപോലെ ഈ ചില ആൾക്കാർക്ക് സർവാംഗം വേദന, അതായത് ശരീരം മുഴുവൻ വേദന എന്ന് പറയുന്ന ആൾക്കാർക്ക് അത് ഈ സർക്കുലേഷൻ ഡിഫക്റ്റിൽ വരുന്നതാണ്. അവിടെ ഈ ഓരില വേര് കഷായം വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേദന പെട്ടെന്ന് ശമിക്കുന്നതാണ്.